ഹായ് ഹലോ. നമ്മൾ പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ചില ആൾക്കാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരിക്കാം, ചില ആൾക്കാർ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഒരു ഇൻകം ആവും എന്ന് വെച്ചിട്ടായിരിക്കാം. പക്ഷെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയെല്ലാം പറയാം. ഞാനിവിടെ ദുബായിൽ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡും ഒരു മോളും, അതാണ് എൻ്റെ ലോകം. ഡ്യൂട്ടിക്ക് പോവാനായി രാവിലെ നേരത്തെ എണീക്കാൻ ഭയങ്കര മടിയാണെങ്കിലും പുറത്തിറങ്ങി ബാൽക്കണിയിൽ വന്ന് ഈ പുറം ലോകമൊക്കെ കാണുമ്പോൾ പ്രത്യേക സുഖമാണ്. ഈ രാവിലെ എണീറ്റുള്ള ഓട്ടത്തിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും കൂട്ടാക്കാറില്ല. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് ഡ്യൂട്ടിക്ക് പോവുകയാണ് പതിവ്. ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ട് ക്യാമറയിൽ ഫോക്കസ് ചെയ്ത് പാല് ഗ്ലാസ്സിലൊഴിച്ചപ്പോൾ പാല് ഫുള്ള് നിലത്താണ് പോയത്. രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ രാത്രിയാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ മോൾക്കുള്ള ഫുഡ് ഡേ കെയറിൽ നിന്നായിരിക്കും കിട്ടുക. പിന്നെ എനിക്കും ഇക്കാക്കുള്ള ഫുഡ് ആക്കിയിട്ട് എൻ്റെ ഫുഡ് എടുത്തിട്ട് ഞാൻ ജോലിക്ക് പോയി. കരാമയിൽ ഈ നേരത്ത് മാത്രമേ റോഡ് ഈ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്തെല്ലാം ഫുള്ള് റഷായിരിക്കും. ഞാൻ താമസിക്കുന്നത് കരാമയിലും ജോലി ചെയ്യുന്നത് ദുബായ് സിലിക്കൺ ഒയാസിസിലുമാണ്. RTA X25 ബസ്സിലാണ് ഞാൻ പോകുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് രാവിലെ. വൈകുന്നേരം ട്രാഫിക് ഉള്ളതുകൊണ്ട് 1:30, ചിലപ്പോൾ അത് 2 ആവാറുണ്ട്. ഞാനിവിടെ ഒരു അക്കൗണ്ടൻ്റായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ജോലിയും വീട്ടിലത്തെ കാര്യങ്ങളും മോളുടെ കാര്യങ്ങളും എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ തുടക്കത്തിലൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം ഓവർകം ചെയ്തു. രാവിലെ ഒരു വട സെറ്റ് വാങ്ങി കാപ്പിയും കൂട്ടി കഴിച്ചു. വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കഴിക്കാൻ അധികം സമയമൊന്നും കിട്ടാറില്ലെങ്കിലും ഉള്ള സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കും. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. എസ്പെഷ്യലി ഇതുപോലെയുള്ള വട അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല. എന്തെങ്കിലും ദോശ, ഇഡലി അല്ലെങ്കിൽ പഴം, മുട്ട അങ്ങനെയുള്ളതായിരിക്കും കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വർക്കിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ബ്രേക്ക് കിട്ടിയാൽ കുറച്ച് ചോറ് കഴിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചായ കുടി. പിന്നെ അങ്ങനെ ഓഫീസിലത്തെ അധ്വാനം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. തുടക്കത്തിൻ്റേതായിട്ടുള്ള എല്ലാ പോരായ്മകളും ഈ വീഡിയോയിൽ കാണാം. എല്ലാം ഞാൻ എൻ്റെ ഒരു മെമ്മറി ആയിട്ടേ കരുതിയിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.